ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എനിക്കൊരു ദിവസം ഒരുപാട് സന്തോഷമുണ്ടായേ, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാട്ടോ. എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയേ. ഈ പോകുന്ന സമയത്തൊന്നും സർപ്രൈസിൻ്റെ കാര്യം എനിക്കറിയത്തില്ലായിരുന്നേ. ഈ ഇരിക്കുന്ന അമ്മയ്ക്കോ നന്ദയ്ക്കോ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ പോണ കാര്യം ഏകദേശം സംഭവം നമ്മൾ എന്തിനാണ് പോണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സർപ്രൈസ് എനിക്കാന്ന് മനസ്സിലായില്ലായിരുന്നേ. അതെന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. മോള് ജനിച്ച സമയത്തെ ഏട്ടനൊരു ചിട്ടിയിൽ ചേർന്നായിരുന്നു കേട്ടോ. അന്ന് ഞാൻ ഏട്ടനോട് ചോദിക്കുകയും ചെയ്തേ, ഈ മോളെ കുഞ്ഞല്ലേ, എന്തിനാ ഇപ്പോൾ ഒരു ചിട്ടിയുടെ ആവശ്യമെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തേ. അപ്പോൾ ഏട്ടൻ പറഞ്ഞിരുന്നു, ഇനിയിപ്പോൾ അവൾ വളർന്നു വരുമ്പോൾ അവളുടെ ഒരു കാര്യത്തിന്, അതായത് പഠിത്തത്തിനോ മറ്റെന്തെങ്കിലും കാര്യത്തിന് നമുക്കത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഓക്കെ അതവിടെ കിടന്നു കേട്ടോ. അങ്ങനെ അത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയേ. നാട്ടിൽ വരുന്നതിന് കുറച്ച് ദിവസം മുന്നേ കേട്ടോ സാധനം കയ്യിൽ വന്നത്. അന്നേ അതങ്ങ് മാറ്റി വെച്ച് കേട്ടോ. നാട്ടിൽ വരുമ്പോൾ മോക്ക് ഗോൾഡ് വാങ്ങിക്കാൻ തന്നെയാണ് ഞങ്ങൾ അപ്പോഴേ വിചാരിച്ചിരുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവൾക്ക് ഈ മാലയോ വളയോ കമ്മലോ അങ്ങനെയുള്ള ഒരു ഐറ്റംസും ആൾക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് അവളുടെ കാതിലൊരു കമ്മലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരുടെ സ്കൂളിലും ഇങ്ങനെയാണ്, മാലയും വളയും ഒന്നും പിള്ളേരൊന്നും ഇട്ടിട്ട് വരത്തില്ല കേട്ടോ. ഒരു പൊട്ട് കൂടി പിള്ളേർ ഇട്ടിട്ട് വരത്തില്ല. അവരൊക്കെ പറയുന്നത് കല്യാണം കഴിച്ചിട്ടുള്ളവരാണ് പൊട്ടും വളയും ഒക്കെ ഇടുന്നതെന്ന്. ആ രീതി കേട്ടോ ഇവിടെ. നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാലും അവൾക്ക് ഇതേ രീതി തന്നെയാണ്. കഴുത്തിലൊരു മാല കൂടി ഇടാൻ സമ്മതിക്കത്തില്ല കേട്ടോ. പിന്നെ വല്ല കല്യാണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിർബന്ധിച്ചിട്ട് കൊടുക്കും എന്നുള്ളതല്ലാതെ അവൾക്ക് ഇഷ്ടം തോന്നി ഒരു സാധനം ഇടാറില്ല കേട്ടോ. അങ്ങനൊരു സ്വഭാവം അവളുടെ. ഇങ്ങനെ ഈ കടയിൽ കയറി ഇരുന്നിട്ട് ഞാൻ നന്ദയോട് ചോദിക്കുക കേട്ടോ, നിനക്ക് എന്താ വേണ്ടിയ പറ, നിനക്ക് മാലയാണോ വളയാണോ എന്താ സംഭവം വേണ്ട പറയുന്നത്. അപ്പോഴും ആൾ പറയുന്നുണ്ട് കേട്ടോ, എനിക്കൊരു സാധനവും വേണ്ട, വാങ്ങിച്ചു കഴിഞ്ഞാലും ഞാൻ ഇടത്തില്ലാന്നേ. അപ്പോൾ ഏട്ടൻ കടക്കാരനോട് പറയാം കൊലുസെടുത്തിട്ട് വരാൻ. ആ ചേട്ടൻ കൊലുസിൻ്റെ കുറേ കളക്ഷനും കൊണ്ടിങ്ങ് വന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഏട്ടൻ അതിൽ നിന്നൊരു കൊലുസെടുത്ത് എൻ്റെ കാലിലിട്ട് എന്നിട്ട് പറയല്ലേ, ഇത് നിൻ്റെ കാലിൽ കിടന്നോട്ടെ, ഇനിയിപ്പോൾ ഇത് ഊരണ്ടാന്നേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്നറിയത്തില്ല കേട്ടോ, എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞ്. എനിക്ക് നേരത്തെ കൊലുസുണ്ടായിരുന്നേ, മുത്ത് വെച്ചിട്ടുള്ള ഡിസൈനിലെ കുട്ടികൾക്കുള്ള അരിഞ്ഞാണം കണ്ടിട്ടില്ലേ, ആ ഒരു ടൈപ്പായിരുന്നു കേട്ടോ. അതാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മുത്തൊക്കെ കൊഴിഞ്ഞിട്ട് ഇടയ്ക്ക് 2-3 പ്രാവശ്യമൊക്കെ മുത്തൊക്കെ ഇടിയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് സ്ഥിരമായിട്ടൊക്കെ ഇട്ടിട്ട് അത് ഒരുപാട് വലിഞ്ഞ് അത് പിന്നെ കാലിൽ നിന്നൊക്കെ ഊരിപ്പോണ ആ ഒരു പരുവായി കേട്ടോ. പിന്നെ ഞാനതങ്ങ് ഊരി വെച്ചായിരുന്നേ. അന്നേട്ടൻ പറഞ്ഞായിരുന്നു അത് കട്ട് ചെയ്ത് ചെറുതാക്കി കാലിൽ തന്നെ അങ്ങ് ഇട്ടേക്കാന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു അതവിടെ നോട്ടെ എന്ന്. പിന്നെ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു കേട്ടോ വീട് വെക്കാൻ വേണ്ടി. ആ ഒരു ടൈമായപ്പോൾ അതങ്ങ് കയ്യിൽ നിന്ന് പോയി. സ്വർണ്ണമല്ലേ, കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് നമുക്ക് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ ലൈഫിൽ കൊലുസ് ഇടാൻ പറ്റത്തില്ല എന്ന് കേട്ടോ. സത്യം അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത്. ഇതുപോലെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ മക്കൾക്കൊക്കെ ഇട്ട് കൊണ്ടു നടക്കാനല്ലേ നോക്കുള്ളൂ. ഏട്ടൻ പറയാ, ഈ ഒരു പ്രായത്തിൽ നീ ഇട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇടുന്നതെന്ന്. അത് കടയിൽ വെച്ചിട്ട് നമ്മൾ ബില്ലടിക്കാൻ നേരത്തെ ഇത് കൊടുത്തായിരുന്നു കേട്ടോ. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഏട്ടൻ തുറന്നത് നേരെ എൻ്റെ കാലിൽ ഇട്ട് തരുക. ഇതിൻ്റെ കൂടെ 2 വളകളും വാങ്ങിയായിരുന്നേ. വളകൾ നന്ദയ്ക്ക് വേണമെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. അവളിടത്തൊന്നും ഇല്ല കേട്ടോ. വേറെ കാര്യമുണ്ട്, എൻ്റെ അവളുടെയും കൈയളവൊന്നും കേട്ടോ. ഞങ്ങൾ ഈ ഗോൾഡിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഈ പണിക്കൂലി എവിടെ കുറവുള്ളതെന്ന് അന്വേഷിച്ച് തുടങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തേ. അപ്പം ഞങ്ങൾക്കൊരു പേര് കിട്ടിയായിരുന്നു കേട്ടോ, അൽ മുക്താദർ എന്ന് പേരുള്ളൊരു ജ്വല്ലറിയെ പറ്റിയേ. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാണേ. പോണ വഴിക്ക് ഏട്ടൻ്റെ ഫ്രണ്ട് വിളിച്ചായിരുന്നേ. ആളൊരു തിരുവനന്തപുരത്തുകാരനാട്ടോ. ഞങ്ങൾ പുള്ളിയോട് ഈ ജ്വല്ലറിയുടെ പേര് പറഞ്ഞു കേട്ടോ. ആൾ പറയുക, എന്തായാലും നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഇതത്ര നന്നായിട്ടൊന്നുമല്ല നടക്കുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ജ്വല്ലറികൾ കാണാൻ പറ്റും, നിങ്ങൾ അവിടെ എവിടെയെങ്കിലും കയറാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ കല്യാണിൻ്റെ ഗൂഗിൾ മാപ്പ് അങ്ങ് ഇട്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് പോകാനായിട്ടാണ് വിചാരിച്ചത്. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴേ ഒരു യൂട്ടേൺ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. വിട്ടുപോയിട്ട് നേരെ ചെന്ന് നിന്നത് ജോസ്കോയുടെ മുന്നിലാട്ടോ. പിന്നെ അങ്ങോട്ടങ്ങ് കയറി. നേരത്തെ എൻ്റെ കൊലുസ് പോയ കാര്യം പറഞ്ഞില്ലായിരുന്നോ, അത് ഏട്ടനെടുക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാനത് നിർബന്ധിച്ച് കൊടുത്തത് തന്നെയാണ്. ഞാനതാന്നേ ഉപയോഗിക്കുന്നുമില്ലായിരുന്നു. അത് എന്തായാലും അത് വലിഞ്ഞ് ഒരു പരുവായിരുന്നു കേട്ടോ. അങ്ങനെ മാറ്റി വെച്ചതല്ലേ, അതെടുത്തോ, ഇനിയിപ്പോൾ എന്തെങ്കിലും നമുക്ക് കാശുണ്ടാകുമ്പം അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഏട്ടൻ വാങ്ങിച്ചു തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഏട്ടൻ്റെ മനസ്സിൽ നിന്ന് അത് പോയി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നന്ദ പറയുന്നുണ്ടേ, അമ്മയുടെ കയ്യിൽ ഈ വളകൾ ഇട്ടപ്പോൾ നല്ല രസമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അവളോട് ഇട്ടോളാം കേട്ടോ. അപ്പോഴും അവൾക്ക് വേണ്ട കേട്ടോ. അവരുടെ സ്കൂളിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു ഈ നോർത്ത് സ്കൂളുകളിലെല്ലാം പഠിക്കുന്ന പിള്ളേർ ഇങ്ങനെ തന്നെ കേട്ടോ. വളയും മാലയും അങ്ങനെ സംഭവങ്ങളൊക്കെ ഇടാൻ അവർക്ക് ബുദ്ധിമുട്ടാട്ടോ. ഇവിടെയൊക്കെ ഒരു രീതിയുണ്ട്, കല്യാണം കഴിച്ചു കഴിഞ്ഞാലേ പൊട്ടും വളയും ഒക്കെ ഇടത്തുള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നേ എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോ ആയി വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.